CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ദുഃഖവെള്ളി. യേശുവിന്റെ പീഠസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. CCTV തിച്ചൂർ മേഖലാ കേബിൾ TV ഓപ്പറേറ്ററും കേബിൾ TV അസോസിയേഷൻ COA കുന്നംകുളം മേഖലാ കമ്മിറ്റി മുൻ പ്രസിഡന്റുമായ തിച്ചൂർ പുറയം കുമരത്ത് വീട്ടിൽ രാധാകൃഷ്ണൻ നിര്യാതനായി. അർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിവേ വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അന്ത്യം. സ്വവസതിയിൽ നടത്തിയ പൊതുദർശനത്തിൽ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും കേബിൾ TV മാധ്യമരംഗത്തുള്ളവരും ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. നിർത്തിയിട്ട ബസിന് പുറകിലുണ്ടായി ഇരുന്ന ബൈക്കിനെ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാരൻ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ പൊട്ടിയ പൈപ്പ് മാറ്റി ശുദ്ധജല വിതരണം പുനഃസ്ഥാപിച്ചു. ബുധനാഴ്ച രാവിലെയാണ് പെരുമ്പിലാവ് റേഷൻ കടയ്ക്ക് സമീപം തൃത്താല പാവർട്ടി ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടിയത്. ഭരണപരാജയം മറച്ചുവെക്കാൻ സ്ഥാനാർത്ഥികളുടെ മഹിമ ചൂണ്ടിക്കാണിച്ച് വോട്ട് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് ഇടതുമുന്നണി എത്തിയിരിക്കുന്നുവെന്ന് K. മുരളീധരൻ പര്യടനത്തിനിടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പരിശോധനകൾ ശക്തമാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയ സ്ക്വാഡുകൾ. സർക്കാർ ജീവനക്കാരും പോലീസും ചേർന്നുള്ള ഇലക്ഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ കർശനമാക്കിയത്. അഗതിയൂർ കലശമല ആര്യലോക് ആശ്രമത്തിൽ ആര്യകലാക്ഷേത്രയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ലോക നാടക ദിനാഘോഷം കുന്നംകുളം മുൻ നഗരസഭാ ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി അധികൃതരുമായുള്ള തർക്കത്തിൽ പൊളിക്കാതിരുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി തുടങ്ങി. ദേശീയപാത ഉദ്യോഗസ്ഥരും തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ പോലീസും ചേർന്നാണ് കെട്ടിടം പൊളിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. പുലാക്കോട് മണികണ്ഠനും മണിമലർക്കാവ് വാദ്യകലാസമിതിയിലെ 40-ൽ പരം വരുന്ന മണികണ്ഠന്റെ ശിഷ്യന്മാരും കൂടി അവതരിപ്പിച്ച പാണ്ടിമേളം ആസ്വാദകരെ ആവേശത്തിലാക്കി. അക്കിക്കാവ് ഇഹ്വാനുൽ മുസ്ലിമീൻ മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം വേറിട്ടതായി. അക്കിക്കാവ് പരുവക്കുന്ന KM ക്വാർട്ടേഴ്സിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ തമിഴ്നാട് സ്വദേശികളായ 70ഓളം പേർ പങ്കെടുത്തു. തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി വിജയം നേടി യുവ കർഷകരായ ഷിയാസ് മൊയ്തീനും സുരേന്ദ്രനും. എരുമപ്പെട്ടി തിപ്പല്ലൂർ കരിയന്നൂർ റോഡരികിലുള്ള തോട്ടത്തിലാണ് മനസ്സിന് കുളിർമയേകുന്ന ദൃശ്യം സമ്മാനിച്ച തണ്ണിമത്തൻ വിളഞ്ഞത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.